ഹലോ, വെൽക്കം ടു വാച്ച് സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ DIY അപ്സൈക്കിൾ പ്രൊജക്റ്റാണ്. ആക്ച്വലി ഈ വാസ് നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, എൻ്റെ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയാണ്, എങ്ങനെയാക്കി എടുത്തതെന്ന്. സാധാരണ വാസായിട്ട് വാങ്ങിച്ചതല്ല, കുറച്ച് പണിയെടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ബൈ ദ വേ, ഇത് ഞങ്ങൾ സൺഫ്ലവർ ഫാമിൽ പിക്ക് ചെയ്ത സൺഫ്ലവേഴ്സാണ്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യാം. ഈ കഥ തുടങ്ങുന്നത് ഞാൻ വെറുതെ വായി നോക്കാനായിട്ട് ത്രിഫ്റ്റ് സ്റ്റോറിൽ പോയപ്പോഴാണ്. അന്നത്തെ ത്രിഫ്റ്റ് സ്റ്റോർ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ്, ലിങ്ക് മുകളിലുണ്ട്. എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, എനിക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ ഷിൻവാസറി പോട്ടറി ആ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ നാച്ചുറലി ഈ വാസ് കണ്ടപ്പം അതിന് വാങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നി. ഇതിൻ്റെ പ്രൈസ് $699 ആയിരുന്നു. അന്ന് എന്തോ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ത്രിഫ്റ്റ് സ്റ്റോറിൽ. ഞാനൊരു മൺഡേ ആയിട്ടാണ് പോയത്. ആ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് മൊത്തം $4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സിൽക്ക് ഫ്ലവേഴ്സ് ഒന്നും തീരെ നല്ലതുമായിരുന്നില്ല. ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് സിൽക്ക് ഫ്ലവേഴ്സ് ഈതർ. അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി ഇത് മുഴുവൻ പറിച്ചടയാം, എന്നിട്ട് ഇതിനെ ഒരു വാസമായിട്ട് ഉപയോഗിക്കാം എന്നാണ് വിചാരിച്ചത്. വീട്ടിൽ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് പൂവൊക്കെ വെറുതെ പറിച്ച് കളഞ്ഞ് അപ്പോഴാണ് ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ബൈ ദ വേ, ഇതെടുത്ത വീഡിയോ ആക്സിഡൻ്റലി ഡിലീറ്റ് ആയിപ്പോയി. അത് കാരണം പ്രോസസ്സിൻ്റെ വീഡിയോകൾ വളരെ കുറവാണ്. പൂക്കൾ പറിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടായത്. എൻ്റെ ഗസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൂക്കൾ സ്റ്റേഡിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് സംബഡി ഹാഡ് യൂസ്ഡ് ഇൻസുലേഷൻ ഫോം. ഇവിടുത്തെ ചുമരുകളൊക്കെ ഡ്രൈവാളിൻ്റെ ബാക്കിൽ നിറയ്ക്കുന്ന ഫോമാണ് ഇൻസുലേഷൻ ഫോം. ആരോ സ്പ്രേ ചെയ്ത് ഒരു ക്യാൻ എടുത്തിട്ട് അത് നല്ല സോളിഡിഫൈ ചെയ്തപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്ലവേഴ്സ് കുത്തിവെച്ചാണെന്നാണ് എൻ്റെ നിഗമനം. സ്പഞ്ച് വല്ല തെർമോക്കോളല്ല, അങ്ങനത്തെ ടെക്സ്ചറാണ്. അപ്പോൾ ഇത് ചിരണ്ടി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനൊരു കത്തിയൊക്കെ എടുത്ത് ചിരണ്ടാൻ തുടങ്ങി, ഒരെഴുത്തും എത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഫുൾ വെള്ളം നിറച്ച് സോക്ക് ചെയ്യാനിട്ടു ഓവർനൈറ്റ്. ദാറ്റ് വർക്ക്ഡ് ലൈക്ക് മാജിക്. വെള്ളത്തിൻ്റെ നനവ് കാരണം ഭയങ്കര എളുപ്പത്തിൽ അതിൻ്റെ സൈഡിൽ നിന്ന് ഇളക്കാൻ പറ്റി എനിക്ക്. അങ്ങനെ ക്ലീൻ ആക്കിയതാണ് ഇത്. ആ വെള്ളം ഒഴിച്ചു വെച്ച പിന്നെ ശരിക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് അത് അടർന്നു വന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട ഇടയ്ക്കൊക്കെ ചില സ്ഥലത്ത് ആ പശേൻ്റെ കുറച്ച് പാട് കാണുന്നുണ്ട്, കംപ്ലീറ്റ് പോയിട്ടില്ല. മറ്റേ ഫോം ഞാൻ നാക്കി ചിലപ്പോൾ വരും, ഇത്തിരി ബാക്കിയുണ്ട് അടിയിൽ. ഇതാണ്, ഇങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. അത്ര പെർഫെക്റ്റ് വാസൊന്നും അല്ല, അതുകൊണ്ടായിരിക്കും ഇതിനിങ്ങനെ ഫില്ല് ചെയ്ത്. കണ്ട ഇവിടെയൊക്കെ ഇതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ അറിയില്ല, ചെറിയ മഞ്ഞ കളർ കാണാം. അതിൻ്റെ ഫോം ഫില്ല് ഒട്ടിച്ച് വെച്ചിരുന്ന ആരോ സ്പ്രേ അതിനുള്ളിൽ ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്തിരുന്നതാണ്. കംപ്ലീറ്റ് ക്ലീൻ ആക്കാൻ പറ്റി. ഇപ്പോൾ ആ വെള്ളം ഒഴിച്ച് വന്നപ്പോൾ അതൊക്കെ പറഞ്ഞു വന്നു, സൈഡിൽ നിന്ന് പശ ഇളകിയിട്ട്. ഇതാണ് കാര്യം. ഒരു 4-5 മണിക്കൂറിൻ്റെ പണിയുണ്ട് ഉണ്ടായിരുന്നു മൊത്തം. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ചെറിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. അന്നത്തെ ത്രിഫ്റ്റ് സ്റ്റോർ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളൊരു സാധനം കാണുമ്പോൾ അയ്യോ ഇത് നമുക്ക് യൂസ്ഫുൾ ആവില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഇതെങ്ങനെ നമുക്ക് കുറേശ്ശെ മിനുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആക്കാം എന്നാലോചിക്കുന്നതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.